ഗസയിൽ നിർണായക നീക്കവുമായി ഇസ്രായേൽ. ഗസ പിടിച്ചെടുത്ത് സൈനിക ഭരണം ഏർപ്പെടുത്താനാണ് ഇസ്രായേലിന്റെ ശ്രമം. ഹമാസിൽ നിന്നും ഗസ പിടിച്ചെടുക്കാനുള്ള ഈ പദ്ധതി ട്രംപ് ഭരണകൂടവുമായി ചർച്ച ചെയ്യാൻ ഇസ്രായേൽ സംഘം യുഎസിലേക്ക് പോകും. അതേസമയം താൽക്കാലിക വെടിനിർത്തൽ അവസാനിപ്പിച്ചുകൊണ്ട് ഒരാഴ്ചയായി ഗസയിൽ ഇസ്രായേൽ പുനരാരംഭിച്ച കര വ്യോമ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. മാത്രമല്ല, ആക്രമണങ്ങൾ മധ്യ തെക്കൻ മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുന്നു. അഭയാർത്ഥി കേന്ദ്രങ്ങളും ആശുപത്രികളും ലക്ഷ്യമിട്ടാണ് കൂടുതൽ ആക്രമണങ്ങളും. മധ്യ ഗസയിലെ ഖാൻ യൂനിസിൽ അഭയാർത്ഥികളുടെ താമസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണമുണ്ടായി. തുർക്കിഷ് ഫലസ്തീനിയൻ ഫ്രണ്ട്ഷിപ്പ് ആശുപത്രി വെള്ളിയാഴ്ച ഇസ്രായേൽ ബോംബിട്ട് തകർത്തിരുന്നു. കൂടാതെ നാസ്ര ആശുപത്രിക്ക് നേരെയും ആക്രമണമുണ്ടായി. ഹമാസ് നേതാവ് സലാഹ് അൽ ബർദാവിലും ഭാര്യയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇന്നലെ മാത്രം കുട്ടികൾ ഉൾപ്പെടെ 46 പേരാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെ നടന്ന ആക്രമണത്തിൽ 16 പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഗസയിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1,00,000 കവിഞ്ഞു എന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന കണക്കുകൾ. 2023 ഒക്ടോബർ 7 ആരംഭിച്ച ആക്രമണത്തിന് ശേഷം കഴിഞ്ഞ 3 മാസം മാത്രമാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഗസ സമാധാനപരമായിരുന്നത്. ഒരാഴ്ചയ്ക്ക് മുമ്പ് ആക്രമണം കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേൽ. ഗസയെ പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ആക്രമണത്തിൽ മരിക്കുന്നവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ്. അഭയാർത്ഥികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നു. പ്രദേശത്ത് വൈദ്യുതി വിച്ഛേദിക്കുക, ഭക്ഷണ വിതരണം തടയുക തുടങ്ങിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ കൂടി ഇസ്രായേൽ സൈന്യം നടത്തുന്നതോടെ ജനങ്ങളുടെ കൂട്ട പലായനമാണ് ഇവിടെ നടക്കുന്നത്. 2 ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ഗസയിൽ ഭൂരിഭാഗം പേരും പലായനം ചെയ്തു കഴിഞ്ഞു. ജനങ്ങളെ ഒഴിപ്പിച്ച് ഗസയെ പൂർണ്ണമായും പിടിച്ചെടുത്ത് സൈനിക ഭരണം ഏർപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ.